75-ാം വാർഷികം ഇന്ത്യൻ സ്കൂള് അൽസീബിൽ അതിമനോഹരമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ അത് കണ്ടാലോ? ഞാനും അമ്പാടിയും കൂടെ ആട്ടോ പോയത്. അമ്പാടി നല്ല നിർബന്ധം, ഫസ്റ്റിലെ അവൻ്റെ ക്ലാസ്സുകളിൽ പോകണമെന്ന്. അങ്ങനെ നമ്മൾ കിൻഡർ ഗാർഡനിലാണ് ആദ്യം എത്തിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല, ടീച്ചർമാരുടെ കഠിനമായ പ്രയത്നത്തിന് ഒരു ബിഗ് സാല്യൂട്ട്. കാരണം ഞാനിവിടെ അമ്പാടിയെ കൊണ്ടാക്കാനും തിരിച്ചു വിളിക്കാനും ഒക്കെ വരുമ്പോൾ ടീച്ചർമാർ നല്ല ജോലി തിരക്കിലാണ്, ഇതെല്ലാം ഉണ്ടാക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട്. കുട്ടികളും ഇതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. അമ്പാടിക്ക് ടുലിപ്പ് പൂ ഉണ്ടാക്കാനായിരുന്നു പറഞ്ഞേക്കുന്നത്. അങ്ങനെ നമ്മൾ 4 പൂക്കൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോരോ കാര്യങ്ങളായിരുന്നു കേട്ടോ ചെയ്യാൻ. പിന്നെ അധ്യാപകരും കുട്ടികളും എല്ലാവരുടെ ഒത്തൊരുമയോടുകൂടി നിന്നപ്പോൾ ഇത്രയും മനോഹരമാക്കി തീർക്കാൻ പറ്റി. നമ്മൾ നിസ്സാരമായി കളയുന്ന പല സാധനങ്ങളും ഇവിടെ മനോഹരമായിട്ടുള്ള വസ്തുക്കളാക്കി തീർത്തിട്ടുണ്ട്. കുഞ്ഞുമക്കൾ ഓരോന്നും കാണുമ്പോൾ അവരുടെ ആ ഒരു കണ്ണിൽ വരുന്ന കൗതുകം, അത് നമ്മൾ കാണേണ്ട കാര്യമായിരുന്നു. കുഞ്ഞുമക്കൾക്ക് നമ്മുടെ നാടിനെ പറ്റിയും ഒമാനെ പറ്റിയും നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എക്സിബിഷനായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചത്. രാത്രിയിലും പരിപാടികൾ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ രാത്രി എത്തിയില്ല. അമ്പാടിയും കൊണ്ട് വന്നുകൊണ്ട് തന്നെ അവന് നല്ല നിർബന്ധം. അവനവരുടെ അടുത്ത് ഉറച്ചു നിൽക്കാൻ ഒട്ടും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുത്ത് പോവുമായിരുന്നു. അവൻ്റെ നിർബന്ധം അവൻ്റെ ഫ്രണ്ട്സിനെ ആരെയും കണ്ടില്ല, നമ്മൾ മാത്രമേ വന്നോളൂ, അവൻ്റെ ഫ്രണ്ട്സ് ആരും എത്തിയില്ലേ, ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഓരോരുത്തരും അവരുടെ ടൈം അനുസരിച്ചല്ലേ വരുന്നത്. ഞാൻ ഒരു 10 മണി കഴിഞ്ഞപ്പോഴാട്ടോ സ്കൂളിൽ എത്തിയത്. അങ്ങനെ അമ്പാടിക്ക് നിർബന്ധം ഇതൊക്കെയായിരുന്നു. ഭവ്യക്കുട്ടി ചെറുതായിരുന്നപ്പോഴും ഇതേപോലെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അന്ന് നമ്മളൊരു വീടാണ് ഉണ്ടാക്കി കൊടുത്തത്. ഇതൊന്നും അല്ല കേട്ടോ, പലയിടങ്ങളിലായിട്ട് പല പരിപാടികൾ നടക്കുന്നുണ്ട്. ഇത് അമ്പാടിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൂടുതൽ സമയം ഞങ്ങൾ ചിലവഴിച്ചു. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളെ ടീച്ചർമാർ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. രാവിലെ 8 മണി മുതൽ 11 മണി വരെ ആയിരുന്നു കുഞ്ഞുമക്കളുടെ എക്സിബിഷൻ. മുതിർന്ന കുട്ടികൾക്ക് 8 തൊട്ട് 12 മണി വരെ പരിപാടികൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അമ്പാടിയെ ഇവിടെയൊക്കെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഭവ്യക്കുട്ടിക്കും ഇതിനകത്ത് പങ്കുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ പരിപാടി എന്താണെന്ന് കാണാനായിട്ട് ഞങ്ങൾ പിന്നെ അവളുടെ ക്ലാസ്സുകളിലോട്ട് പോയി. കുറച്ച് ദിവസമായിട്ട് ഭവ്യക്കുട്ടി ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. എന്തൊക്കെയോ ചെയ്യാനും എടുക്കാനും ഒക്കെ ഉണ്ട്, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് അമ്മ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര നിർബന്ധമായിരുന്നു. അമ്പാടിക്കും ചേച്ചിയുടെ പ്രോഗ്രാം വളരെ പെട്ടെന്ന് തന്നെ കാണാനായിട്ട് നിർബന്ധമായി. ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലായിട്ട് മുതിർന്ന കുട്ടികളുടെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഇത് എല്ലാം ഒന്നും കാണാനായിട്ടും വീഡിയോ എടുക്കാനായിട്ടും എനിക്ക് പറ്റിയില്ല. കണ്ടില്ലേ, ഇതൊക്കെയായിരുന്നു ഭവ്യക്കുട്ടിയുടെ പരിപാടി. മുതിർന്ന കുട്ടികളുടെ എക്സിബിഷൻ ഞാൻ കൂടുതലായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എല്ലാ കുട്ടികൾക്കും ഒന്നും വീഡിയോയിൽ വരുന്നത് ചിലപ്പോൾ ഇഷ്ടമാവത്തില്ല. അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ഈ എക്സിബിഷൻ കാണാനായിട്ട് വളരെയധികം ആൾക്കാരാണ് എത്തിച്ചേർന്നത്. സീബ് സ്കൂളിൻ്റെ 25-ാം വാർഷികം വളരെ ഭംഗിയായി തന്നെ അവസാനിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.